ദൃശ്യസമ്പന്നതയും ശീതളിമയുമായിരുന്നു ആഢ്യൻപാറയുടെ പ്രൗഢി. എന്നാൽ വെള്ളച്ചാട്ടമെന്ന് ആഢ്യൻപാറയെ ഇപ്പോൾ വിശേഷിപ്പിക്കാനാകില്ല. വെള്ളമില്ല, വെള്ളച്ചാട്ടമില്ല, വനഭംഗിയുമില്ല. അല്പം മുമ്പ് പെയ്ത ചാറ്റൽ മഴയുടെ നനവ് പാറകളിൽ കാണാം. ഒരിക്കൽ മഴ സമൃദ്ധമായിരുന്നു ഇവിടെ. കാലം മാറിയതോടെ ജലസമൃദ്ധമായിരുന്ന ഇവിടം വറ്റിവരണ്ടു. പേരിനു മാത്രം വെള്ളം. അത് പാറകളിൽ തട്ടിത്തടവി നൂൽച്ചാലായി ഒഴുകുന്നു. കുടിവെള്ളത്തിനും നനയ്ക്കാനും വെള്ളം അങ്ങിങ്ങ് തടയണ കെട്ടി നിർത്തിയിരിക്കുന്നു. വെള്ളമുണ്ടായിരുന്ന സമയത്ത് രൂപം കൊണ്ട കുഴികളും വ്യക്തമായി കാണാം. മഴക്കാലത്ത് നല്ല വെള്ളം വരും. ഒരു മലയ്ക്ക് മഴ പെയ്താൽ മതി ഇവിടെ വെള്ളം കൂടാൻ. വേനലായതുകൊണ്ട് മഴ ഭയങ്കര ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. പിന്നെ ഇത് മഴ ആകുമ്പോൾ വെള്ളം നല്ലോണം വരും. വേനലായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര വറ്റി ആൾക്കാർക്ക് കുളിക്കാൻ അങ്ങനെ ഇറങ്ങാനൊന്നും വെള്ളമില്ലാതെയായി. വേനൽ കടുക്കും മുമ്പേ ആഢ്യൻപാറയിൽ വെള്ളം വറ്റി. ഇതോടെ സഞ്ചാരികളും കുറഞ്ഞു. വല്ലപ്പോഴും വന്നെത്തുന്നവർക്ക് പ്രകൃതി നൽകുന്നത് പൊള്ളുന്ന വേനലോർമ്മ. ഈ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മഴയില്ല, ഇടമഴ കിട്ടിയില്ല. അതുകൊണ്ട് ഈ വർഷം നേരത്തെ കാലത്തെ വെള്ളം ഇതായി. അങ്ങനെ പല മൃഗങ്ങളും ഇങ്ങോട്ട് ഇവിടേക്ക് ഇറങ്ങൽ തുടങ്ങി. ആനിറങ്ങി, പല ഇതും കാടുണങ്ങി ആകതായി, അങ്ങനെ ആയി വന്നു. നിലമ്പൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെ കുറുമ്പിലങ്ങാട് പ്രദേശത്താണ് ആഢ്യൻപാറ. തേക്കിൻ കാടുകളും വനചാരുതയും അല്പം ട്രക്കിങ്ങും ആസ്വദിക്കുന്നവരുടെ പറുദീസയായിരുന്നു ഇവിടം. സംസ്ഥാനം കണ്ട വലിയ വരൾച്ച വനഭംഗിയുടെ ചാരുതയും കവർന്നെടുത്തു. ഈ കാണുന്ന പച്ചപ്പും മലമടക്കുകളിലെ ഹരിതാഭയും ഒരു കാലത്ത് ജലസമൃദ്ധമായിരുന്ന നിലമ്പൂർ കാടുകളിലെ തിരുശേഷിപ്പുകളാണ്. എന്നാൽ ഇന്ന് ആഢ്യൻപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കാഴ്ചകൾ അത്രത്തോളം സുഖപ്രദമല്ല. വരാൻ പോകുന്ന വലിയ വരൾച്ചയുടെ സൂചനകളാണ്. ക്യാമറാമാൻ കണ്ണനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 മലപ്പുറം.